DreamBakes Delights-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പോലെ ബേക്കിങ്ങോ കേക്ക് ഡെക്കറേഷനോ ഒന്നുമല്ല നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് നല്ല പ്രോൺസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ പ്രോൺസ് നല്ല ക്ലീൻ ആക്കി റെഡിയാണ്. നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഏകദേശം 1/2 കിലോ പ്രോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് വെക്കുക. ഒരു 20 മിനിറ്റോളം എങ്കിലും വെക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് തയ്യാറാക്കാം. ഇത് 1 സ്പൂൺ അരിപ്പൊടിയാണ്, റൈസ് ഫ്ലോർ. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം പെപ്പർ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 മുട്ട നന്നായിട്ട് പതപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇത് ഞാൻ കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തതാണ്. കൈ കൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തതേ ഉള്ളൂ, മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനെ കോട്ട് ചെയ്തതിന് ശേഷം ഇതിൽ റോൾ ചെയ്തിട്ടാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത് ഈ പ്രോൺസിനെ. അപ്പോൾ നമ്മുടെ കോട്ടിങ് റെഡിയാണ്. നമുക്ക് റോൾ ചെയ്യാനുള്ള കോൺഫ്ലേക്സ് ക്രഷ് ചെയ്ത് അത് റെഡിയാണ്. ഇത് നമുക്ക് ഓരോ പ്രോൺസിനായിട്ട് കോട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് നമ്മളത് ഫ്രീസറിൽ ഇത് വെക്കുക, ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ. അതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ കോൺഫ്ലേക്സ് ഒന്നും ഇളകി പോവാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ കുറേ പ്രോൺസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് മുഴുവൻ ഇതുപോലെ കോട്ട് ചെയ്ത് ഇതുപോലെ സെപ്പറേറ്റ് ഇങ്ങനെ അകത്തി വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ഇത് നല്ലപോലെ ഹാർഡായി കഴിയുമ്പോൾ ഓരോന്നിനെ എടുത്ത് നമുക്കൊരു ഡബ്ബയിലിട്ട് സൂക്ഷിക്കാം. അപ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് വേണ്ടത്ര നമ്പേഴ്സ് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാം.